അസ്സാം വലൈക്കും, വെൽക്കം ടു മിമസ്. കുറേ ആയില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സംഭവം ഒന്നുമല്ല, ഇപ്പോൾ എക്സാമും കാര്യങ്ങളും അസൈൻമെൻറ്റൊക്കെ ഫുള്ള് തിരക്കുക. നാളെ തൊട്ടാണെങ്കിൽ സെം എക്സാമും തുടങ്ങാം. അപ്പോൾ വിചാരിച്ചു സംഭവം ഇന്ന് ബേസിക്കലി ഞാൻ വീഡിയോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര പഠിച്ചിട്ട് കുറച്ച് സ്ട്രെസ്സായിട്ടിരിക്കുക. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചിട്ടൊക്കെ ഉമ്മ എന്തായാലും ഒരു രസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ വീഡിയോ എടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് രസം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലോട്ട് 3 പച്ചമുളക്, 1 സവാള, അതേപോലെ 10 അല്ലി വെളുത്തുള്ളി, മല്ലിയില, അതേപോലെ ഒരു വലിയ തക്കാളി, ഇതും കൂടിയിട്ട് നമ്മൾ മുറിച്ചിടുക. അതിനുശേഷം നമുക്ക് കുരുമുളക് 1 സ്പൂൺ നിറയെ കുരുമുളക് ഇടണം. അതേപോലെ തന്നെ പെരിഞ്ചീരകം ഇടുക. അതേപോലെ തന്നെ ലേശം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇത് നല്ല അരച്ച ശേഷം നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് ചട്ടി ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. പിന്നെന്താ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായ ശേഷം വേണം നമുക്ക് ഉലുവ ഇടാൻ. അതേപോലെ ഉലുവ ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും കടുകിടുക. ഇത് രണ്ടും പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം? ചെറിയുള്ളി ചേർക്കണം. ഈ ചെറിയുള്ളി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കാം. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർക്കുക. പിന്നീട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. എന്നിട്ട് നമുക്ക് പുളിവെള്ളം കൂടി ചേർക്കാം. പുളിവെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കാം. ഞാനിതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ രസം റെഡി. അപ്പോൾ അത്ര വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാതെ. ബൈ.